ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങളൊന്ന് താളത്തിലടിച്ച് എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ശക്തമായി അടിച്ച് കരങ്ങളൊന്ന് ഉയർത്തി അടിക്കാം. കരങ്ങൾ താഴ്ത്തി ഇരുവശങ്ങളെ കരങ്ങളൊന്ന് അടിച്ച് വലിയ സന്തോഷത്തോടെ ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ, ആരാധിക്കുന്നു നിന്നെ ആരാധിക്കുന്നു. ചേർന്ന് പാടി. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദൈവകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നിത്യനുമായ ദൈവകുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിയ യേശുവിനെ ഒരിക്കൽ കൂടി ആരാധിക്കുന്നു. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം വചനത്തിൽ നമ്മോട് പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് ഹൃദയത്തെ ശാന്തമാക്കി ഈശോയുടെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ അസ്വസ്ഥതകളും നമ്മുടെ ഭാരങ്ങളും ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളും എല്ലാം ഏറ്റെടുക്കുവാൻ വേണ്ടി ഇതാ കർത്താവ് നമ്മുടെ ഇടയിലുണ്ട്. അവിടെ നമ്മോട് കൂടെ വസിക്കുന്നുണ്ട്. ആ ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും ഒന്ന് സമർപ്പിക്കാം. മനസ്സിൻ്റെ ഭാരങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ജീവിതത്തിൻ്റെ തളർച്ചകളെ നമുക്ക് ഈശോയുടെ പക്കലേക്ക് കൊടുക്കാം. പ്രാർത്ഥനാ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുവിൻ, ദൈവത്തിൽ വിശ്വസിക്കുവിൻ. അതെ, സജീവനായ കർത്താവ്, സജീവനായ കർത്താവ്, വാക്കുമാറാത്തവനായ കർത്താവ് അവിടുന്ന് നമ്മുടെ മധ്യയുണ്ട്. അവിടുത്തെ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി നമ്മെ സമർപ്പിച്ച്
നമ്മെ സ്വീകരിക്കുന്ന, നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ ജീവിത ഭാരങ്ങളും ഏറ്റെടുക്കുന്ന ഈശോയുടെ പക്കലേക്ക് കരങ്ങളൊന്നുയർത്തി, ഹൃദയമൊന്നുയർത്തി നമുക്ക് ഒരുമിച്ച് ഒരിക്കൽ കൂടി ആരാധിക്കാം. ജീവിതം വിട്ടുകൊടുത്തുകൊണ്ട് ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയെ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച്, ഈ സമയങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശാന്തമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ കാണുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ഒരു ധ്യാനം കൂടുവാൻ വേണ്ടി നമ്മൾ പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ അത്ഭുതം കാണുവാനുള്ള വലിയ ആഗ്രഹമുണ്ട്. അത്ഭുതകരമായ സൗഖ്യങ്ങളും അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇതുപോലെ അത്ഭുതം കാണുവാൻ വേണ്ടി, ഒരത്ഭുതത്തിന് വേണ്ടി ആഗ്രഹിച്ച് ഒരു ദൈവമനുഷ്യൻ്റെ, ദൈവപുരുഷൻ്റെ അടുത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുകയാണ്. രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 5-ാം അധ്യായത്തിൽ 1 മുതലുള്ള വചനങ്ങളിൽ വലിയൊരു അത്ഭുതത്തിന് വേണ്ടിയാണ് അദ്ദേഹം ആഗ്രഹിച്ച് ഈ ദൈവമനുഷ്യൻ്റെ, ഈ ദൈവപുരുഷൻ്റെ അടുത്തേക്ക് കടന്നു വരിക. സിറിയ രാജാവിൻ്റെ സൈന്യാധിപനായിരുന്നു നാമാൻ. നാമാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. രാജാവിൻ്റെ സൈന്യാധിപനായിരുന്ന ഈ നാമാനെ കുറിച്ച് രാജാവിന് വലിയ അഭിമാനവും വലിയ സന്തോഷവുമായിരുന്നു. കാരണം ഈ സൈന്യാധിപനിലൂടെ തൻ്റെ രാജ്യത്തിന് വലിയ നേട്ടങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. ഈ സൈന്യാധിപൻ വലിയ വിജയങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. യുദ്ധങ്ങളൊക്കെ വിജയിച്ച് അങ്ങനെ ഒത്തിരിയേറെ കീർത്തിയും പ്രശസ്തിയുമൊക്കെ തൻ്റെ രാജ്യത്തിന് നേടിത്തന്ന ഒരു സൈന്യാധിപനായിരുന്നു ഈ നാമാൻ. ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കുഷ്ഠരോഗിയായിരുന്നു. അങ്ങനെ ഈ നാമാൻ ഈ കുഷ്ഠരോഗത്തിന് അടിമപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ നാമാൻ്റെ വീട്ടിലെ പരിചാരികയായ ഒരു പെൺകുട്ടി അവളിലൂടെ അറിയുകയാണ്, ഇസ്രായേലിൽ ഒരു ദൈവപുരുഷനുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചാൽ, അദ്ദേഹം വലിയ അത്ഭുത സിദ്ധിയുള്ളയാളാണ്, അദ്ദേഹം പ്രാർത്ഥിച്ചാൽ ഈ രോഗം സൗഖ്യപ്പെടും. അങ്ങനെ രാജാവിൻ്റെ അനുമതിയോടുകൂടി നാമാൻ സിറിയയിൽ നിന്നും ഇസ്രായേലിലേക്ക് പോവുകയാണ്. ഭൃത്യന്മാരോടുകൂടി, അനേക സന്നാഹങ്ങളോടുകൂടി, ഒത്തിരി സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം ഈ ദൈവപുരുഷനെ കാണുവാൻ വേണ്ടി കടന്നു പോവുക. അങ്ങനെ ഇദ്ദേഹം കടന്നു ചെന്നു. എലീശ പ്രവാചകന്റെ അടുത്തേക്കാണ് ഇദ്ദേഹം പോകുന്നത്.
ഒത്തിരി സമ്മാനങ്ങളും ഒത്തിരി സ്വർണവും വെള്ളിയും ഒക്കെ ആയിട്ട് ഇദ്ദേഹം പോവുകയാണ് ഭൃത്യന്മാരുടെ അകമ്പടിയോടുകൂടി. അങ്ങനെ ചെന്ന് ഈ എലീശ പ്രവാചകന്റെ വീട്ടുപടിക്കലെത്തി. ദൂതൻ ചെന്ന് എലീശായോട് പറഞ്ഞു, ഇതാ നാമാനും കൂട്ടരും വന്നിട്ടുണ്ട്. അപ്പോൾ എലീശ ഇപ്രകാരം പറഞ്ഞു, ദൂതനോട് പറഞ്ഞു വിട്ടു, അദ്ദേഹത്തോട് പോയി ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുവാൻ വേണ്ടി പറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാര്യം ദൂതൻ വന്ന് നാമാനെ അറിയിച്ചു. ഇത് കേട്ടപ്പോൾ നാമാന് വലിയ ദേഷ്യം വന്നു. നമുക്കാണെങ്കിലും വരും അല്ലേ? നമ്മൾ വലിയ ആഗ്രഹത്തോടെ ഒരു വലിയ ആളെ കാണുവാൻ വേണ്ടി പോവുകയാണ്. നമുക്കിപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ എന്തായിരിക്കും ആഗ്രഹം? അദ്ദേഹം ഇറങ്ങി വന്ന് നമ്മളെ സ്നേഹത്തോടെ സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ സ്വീകരണ മുറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. പ്രാർത്ഥിക്കുവാനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ മുറിയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അങ്ങനെ നമുക്ക് വേണ്ടി കരങ്ങൾ വെച്ച് ആ മനുഷ്യൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥനയുടെ സമയത്ത് സ്വർഗം തുറക്കപ്പെടും, വലിയ അത്ഭുതം അവിടെ സംഭവിക്കും. ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഉള്ളിലെയും ആഗ്രഹം. ഇതുതന്നെയായിരുന്നു നാമാന്റെയും ചിന്ത. ഇത് കേട്ടപാടെ ഈ ജോർദാൻ നദിയിൽ പോയി 7 പ്രാവശ്യം മുങ്ങിക്കുളിക്കുക എന്ന് പറഞ്ഞ ഈ ഒരു ആഹ്വാനം കേട്ടപാടെ നാമാൻ കുപിതനായി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഇതിലും വലിയ നദികളുണ്ട്, ഇതിലും പേരുകേട്ട നദികളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് പിന്നെ ഇവിടെ വന്ന് ഈ ജോർദാനിൽ മുങ്ങിക്കുളിക്കേണ്ട ആവശ്യം എനിക്കുണ്ടോ? ഞാൻ ഇതിനു വേണ്ടിയാണോ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഇത്ര സ്വർണവും വെള്ളിയും തേരും കുതിരയും ഒക്കെയായി ഇങ്ങോട്ട് കടന്നു വന്നത്? അങ്ങനെ അദ്ദേഹം കുപിതനായി തിരിച്ചു പോകുവാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൃത്യന്മാർ പറഞ്ഞു, പിതാവേ, വലിയൊരു കാര്യമായിരുന്നു ഈ ദൈവപുരുഷൻ അങ്ങയോട് പറഞ്ഞിരുന്നതെങ്കിൽ അങ്ങത് നിർവഹിക്കുമായിരുന്നല്ലോ. എന്നാൽ ഇത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായൊരു കാര്യമാണ്, ചെറിയൊരു കാര്യമാണ്. ഇത് അങ്ങേക്ക് നിർവഹിച്ചുകൂടെ? അങ്ങനെ ഭൃത്യന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ നാമാൻ ജോർദാൻ നദിയിൽ പോയി മുങ്ങിക്കുളിക്കുകയും 7 പ്രാവശ്യം മുങ്ങിക്കുളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഷ്ഠമെല്ലാം മാറി ഒരു ശിശുവിനെ പോലെ അത്രയേറെ മൃദുലമായ മേനിയോടുകൂടെ ഉള്ള ഒരു വ്യക്തിയായിട്ട് അദ്ദേഹം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാമാന്റെ ഉള്ളില് അദ്ദേഹത്തിന് തോന്നി, ഈ ദൈവമനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് കടന്നു ചെന്നത്, വളരെ സ്വപ്നങ്ങളോടുകൂടിയാണ് കടന്നു ചെന്നത്. അദ്ദേഹത്തിന് സമ്മാനമൊക്കെ കൊടുത്ത് അദ്ദേഹത്തെ ആദരിക്കുവാൻ വേണ്ടിയൊക്കെയാണ് കടന്നു ചെന്നത്. എന്നാൽ അദ്ദേഹം ഒന്ന് വന്ന് കാണുക പോലും ചെയ്യാതെ വെറുമൊരു കാര്യം പറഞ്ഞ് അദ്ദേഹം ദൂതനെ അയച്ച് അദ്ദേഹം അപ്പോൾ ജോർദാൻ നദിയിൽ മുങ്ങിക്കുളിക്കുക എന്നുള്ള നിസ്സാരമായൊരു കാര്യം പറയുവാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞത്. നാമാൻ ഇപ്രകാരം പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു എലീശ കടന്നു വരികയും കൈവീശി എൻ്റെ കുഷ്ഠം സുഖപ്പെടുത്തുകയും ചെയ്യും. അങ്ങനെ വലിയൊരു പ്രകടമായ അത്ഭുതം, വലിയൊരു അത്ഭുതത്തിന് വേണ്ടി കാത്തിരുന്ന നാമാന്റെ മുമ്പിലേക്ക് ഒരു സിമ്പിളായിട്ടുള്ള ഏറ്റവും ചെറിയൊരു കാര്യത്തിലൂടെയാണ് ദൈവം അവിടെ പ്രവർത്തിച്ചത്. ദൈവപുരുഷനിലൂടെ, ദൈവത്തിൻ്റെ പ്രവാചകനിലൂടെ അവിടെ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ വചനം നമ്മൾ പങ്കുവെക്കുമ്പോൾ കർത്താവിൻ്റെ വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, എൻ്റെ വഴികൾ നിങ്ങളുടേതുപോലെയല്ല, ആകാശം ഭൂമിയേക്കാൾ ഉന്നതമത്രേ, അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കും ദൈവത്തിന് അനുഗ്രഹിക്കുവാനായിട്ട് ഒരു വഴിയേ ഉണ്ടാകുകയുള്ളൂ. ഇതുപോലെയുള്ള ഒരു അത്ഭുതങ്ങളിലൂടെ ആയിരിക്കും ദൈവം എന്നെ അനുഗ്രഹിക്കുക എന്ന് ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. എന്നാൽ ദൈവത്തിന് അനുഗ്രഹിക്കുവാനായിട്ട്, ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കുവാനും ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാനുമായിട്ട് ദൈവം നിശ്ചയിച്ച ചില വഴികളും ദൈവം കരുതി വെച്ചിട്ടുള്ള ചില പദ്ധതികളുമുണ്ട്.
അത് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നാമാൻ വിചാരിച്ചു എലീശ പ്രവാചകൻ ഇപ്പോൾ ഇറങ്ങി വന്ന് വലിയൊരു അത്ഭുതം ഈ സൈന്യത്തിന്റെ മുമ്പിൽ വെച്ച്, ഈ സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച് വലിയൊരു അത്ഭുത രോഗശാന്തി തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കരങ്ങൾ വീശി ഒരു വലിയ അത്ഭുതം ഇവിടെ സംഭവിക്കുവാൻ പോകുന്നു. അപ്പോൾ താൻ കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങളും താൻ കൊണ്ടുവന്നിരിക്കുന്ന സ്വർണങ്ങളും എല്ലാം അദ്ദേഹത്തിന് കൊടുത്ത് അങ്ങനെ വലിയൊരു ആദരവോടുകൂടി എവിടെ നിന്ന് തിരിച്ചു പോകുന്നതാണ് ഈ നാമാൻ സ്വപ്നം കണ്ടത്. എന്നാൽ ദൈവം അനുഗ്രഹിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത വഴി മറ്റൊന്നായിരുന്നു. അതൊരു ചെറിയ വഴിയായിരുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ളതായിരുന്നില്ല ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഈശോ തൻ്റെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെള്ളം വീഞ്ഞാക്കിയപ്പോൾ അവിടെ ഈശോ പരിചാരകരോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ കൽഭരണികളിൽ വെള്ളം കോരി നിറയ്ക്കുവിൻ എന്ന് ഈശോ അവിടെ പരിചാരകരോട് പറയുക. അവിടെ വെള്ളം കോരി നിറച്ച് അവർ വക്കോളം നിറച്ചു എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഈശോ ആ വെള്ളത്തെ അവിടെ വീഞ്ഞാക്കി മാറ്റി. 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തിയപ്പോൾ ഈശോ ചോദിച്ചു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? ശിഷ്യന്മാർ പറഞ്ഞു, ഞങ്ങളുടെ ഇവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ, ഒരു ബാലന്റെ കയ്യിൽ 5 അപ്പവും 2 മീനുമുണ്ട്. ഈശോ അത് വാങ്ങിച്ചു അവരുടെ കയ്യിൽ നിന്ന്. എന്നിട്ട് ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇവരെ 50 വീതം പന്തികളാക്കി ഇവിടെ ഇരുത്തുവിൻ. 50 വീതമുള്ള പന്തികളാക്കി ഇവരെ ഇവിടെ ഇരുത്തുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. ഈശോയ്ക്ക് ഈ അത്ഭുതം പ്രവർത്തിക്കുവാൻ ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ഈശോയ്ക്ക് വെള്ളത്തെ വീഞ്ഞാക്കുവാൻ വേണ്ടി അവിടെ കൽഭരണികളിൽ അവരെ കൊണ്ട് വെള്ളം കോരി നിറപ്പിക്കണമായിരുന്നോ? ഈശോയ്ക്ക് 5 അപ്പത്തെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി അവരോട് ആ 5 അപ്പം വാങ്ങിക്കുകയും അതുപോലെ അവരെ പന്തികളാക്കി ഇരുത്താൻ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നോ? ഈശോയ്ക്ക് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൽ നിന്നും ഈ പ്രപഞ്ചത്തെ മുഴുവന് സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിന്റെ പുത്രനായ ദൈവപുത്രൻ എന്തുകൊണ്ടാണ് മനുഷ്യരുടെ സഹായവും മനുഷ്യരുടെ ഇടപെടലുകളും ചില സമയങ്ങളിൽ ആവശ്യപ്പെടുന്നത്? നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, അനുഗ്രഹത്തിന്റെ കലവറ നമുക്ക് തുറന്നു തരുവാൻ വേണ്ടി, വിശ്വാസത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അനുസരണത്തിന്റെ ചില പ്രവൃത്തികൾ ചെയ്യുവാൻ വേണ്ടി ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നു. അനുഗ്രഹമാകുന്ന വലിയ കലവറ തുറക്കുവാനുള്ള ഏറ്റവും ചെറിയ താക്കോലാണ് ഈ വിശ്വാസത്തിന്റെ പ്രവൃത്തി, ഈ അനുസരണത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. നാമാനെ സംബന്ധിച്ച് വളരെ സിമ്പിളായിട്ട് അദ്ദേഹം കണ്ടു, ഇവിടെ വെള്ളത്തിൽ പോയി കുളിക്കുക ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷെ ഒരു വലിയ കാര്യം പ്രതീക്ഷിച്ചായിരുന്നു അദ്ദേഹം ഈ ദൈവപുരുഷന്റെ അടുക്കലേക്ക് കടന്നു വന്നത്. പക്ഷേ ദൈവം അദ്ദേഹത്തെ ഒരു ചെറിയ കാര്യത്തിലേക്കാണ് നയിച്ചത്. ചെറിയ കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയപ്പോൾ ഈശോ അവിടെ പറഞ്ഞു, നിങ്ങൾ 50 വീതമുള്ള പന്തികളാക്കി അവിടെ ജനങ്ങളെ ഇരുത്തുവാൻ. ശിഷ്യന്മാർ നോക്കുമ്പോൾ അവിടെ അപ്പമില്ല, അവിടെ യാതൊരു സാധ്യതകളുമില്ല. പന്തികളാക്കി ഇരുത്തി കഴിയുമ്പോൾ എവിടെ നിന്ന് അപ്പം കൊടുക്കും? പക്ഷേ വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി മുൻപേ ചെയ്യുവാനായിട്ട് കർത്താവ് അവിടെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്. ഈ രാത്രിയിൽ കർത്താവിന്റെ തിരുമുമ്പിൽ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ പൂവണിയുക. ലാസറിന്റെ കുഴിമാടത്തിൽ ചെന്നിട്ട് ഈശോ പറഞ്ഞു, ആ കല്ലെടുത്തു മാറ്റുവാനായിട്ട് ഈശോ പറഞ്ഞു. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞുകൊണ്ട് ചീഞ്ഞളിഞ്ഞ ലാസറിനെ ഉയർപ്പിക്കുവാനായിട്ട് കർത്താവിന് ശക്തിയുണ്ട്. അവിടത്തേക്ക് അത് സാധ്യമാണ്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ കല്ലെടുത്തു മാറ്റുവാനായിട്ട് ഈശോ ആവശ്യപ്പെടുന്നത്? വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുവാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നവരോട് ഈശോ ആവശ്യപ്പെടുകയാണ്. മനുഷ്യന്റെ സഹായവും മനുഷ്യന്റെ ഇടപെടലും അവരുടെ ജീവിതത്തിൽ തന്നെ അത്ഭുതം പ്രവർത്തിക്കുവാൻ വേണ്ടി കർത്താവ് അവിടെ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെയോ ആയിരിക്കുകയില്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ കടന്നു വരിക. ചില അനുസരണത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് നമ്മൾ മാനുഷിക ദൃഷ്ടിയിൽ നോക്കുമ്പോൾ വലിയ വിലയുള്ള കാര്യങ്ങളായിരിക്കുകയില്ല. ഒരു പക്ഷേ കർത്താവ് നമ്മോട് പറയുന്നത് ഒരു 9 ദിവസം 3 നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലി പ്രാർത്ഥിക്കുവാനായിരിക്കും. നിന്റെ ജീവിതത്തിൽ ഒരു തടസ്സം മാറ്റുവാനായിട്ട് ദൈവം അതിലൂടെ ആഗ്രഹിക്കുന്നു.
ദൈവത്തിന് അതിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. നമ്മൾ ഓർക്കും വലിയൊരു നേർച്ച കഴിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വലിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു തീക്ഷ്ണതയുണ്ടാകും. എന്നാൽ ഒരു ചെറിയ കാര്യത്തിലൂടെ ആയിരിക്കും പ്രിയപ്പെട്ടവരെ ദൈവം ചിലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക. ഒരു സിമ്പിളായിട്ടുള്ള കാര്യത്തിലൂടെ, നിസ്സാരമെന്ന് നമ്മുടെ മാനുഷിക ദൃഷ്ടിയിൽ തോന്നുന്ന ഒരു കാര്യത്തിലൂടെ ആയിരിക്കും ചിലപ്പോൾ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമ്മെ അനുസരണം പഠിപ്പിക്കുവാനും വിശ്വാസത്തിൽ നമ്മളെ വളർത്തുവാനും നമ്മളെ വിശുദ്ധീകരിക്കുവാനും വേണ്ടിയിട്ടാണ്. ഈ കല്ലെടുത്ത് മാറ്റുന്നതിലൂടെ ആ വിശ്വാസത്തിന്റെ പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. പന്തികളാക്കി അവിടെ ജനത്തെ ഇരുത്തുന്നതിലൂടെ വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും ഒരു പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. വെള്ളം കോരി കൽഭരണികളിൽ നിറയ്ക്കുമ്പോൾ കർത്താവ് പറയുന്നത് കേട്ട് അനുസരണത്തിന്റെ ഒരു പ്രവൃത്തി അവിടെ ചെയ്യുകയാണ്. ഇതിലൂടെയാണ് കർത്താവ് അത്ഭുതത്തിലേക്ക് ജനത്തെ നയിച്ചത്. ഇതിലൂടെയാണ് വലിയ അത്ഭുതത്തിലേക്കും അടയാളങ്ങളിലേക്കും കർത്താവ് ജനത്തെ നയിച്ചത്. പ്രിയപ്പെട്ടവരെ, നമുക്കും ഈ രാത്രിയിൽ ഈശോയുടെ തിരുമുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ അത്ഭുതങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ, വലിയ അടയാളങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ, കർത്താവ് നേരിട്ട് വന്നിറങ്ങി നമ്മളെ സൗഖ്യപ്പെടുത്തുന്ന ഒരു നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ നിന്റെ ഹൃദയവാതിലിൽ മുട്ടി വിളിക്കുന്ന ഈശോ നിന്റെ അരികിലുണ്ട്. നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുക്കുവാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ നിന്റെ സഹോദരനോടൊന്ന് ക്ഷമിക്കുമ്പോൾ നിന്റെ ജീവിതത്തിലേക്ക് നാളിതുവരെയും തടയപ്പെട്ട അനുഗ്രഹങ്ങൾ നിന്റെ ജീവിതത്തിലേക്ക് കർത്താവ് കൊണ്ടുവരും. ലാസറിന്റെ കുഴിമാടത്തിൽ വെച്ചിരുന്ന ഈ കല്ല് ഇതുപോലെ ചില തടസ്സങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കടന്നു വരുവാനുണ്ടാകും. ഇതെടുത്തു മാറ്റുവാൻ കർത്താവ് നമ്മോട് ആദ്യമേ ആവശ്യപ്പെടും. വിശ്വാസത്തിന്റെ ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ കർത്താവിന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് എളുപ്പമായി തീരും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഈശോയുടെ കരങ്ങളിലേക്ക് വലിയ വിശ്വാസത്തോടെ, വലിയ ബോധ്യത്തോടെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്നത് വലിയ വലിയ കാര്യങ്ങളാണ്. വലിയ വലിയ കാര്യങ്ങളിലേക്കാണ് എൻ്റെ കണ്ണുകൾ എപ്പോഴും കടന്നു ചെല്ലാറുള്ളത്. വലിയ വലിയ കാര്യങ്ങൾ ലഭിക്കണമെന്ന് ഞാൻ എപ്പോഴും ആഗ്രഹിക്കും. അതിന് വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ഞാൻ പലപ്പോഴും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങയുടെ പ്രവൃത്തികൾ കർത്താവേ എൻ്റെ മനുഷ്യബുദ്ധിക്ക് പലപ്പോഴും ആഗ്രാഹ്യമാണ്, എൻ്റെ ചിന്തയ്ക്ക് ആഗ്രാഹ്യമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, ദൈവപ്രവൃത്തികൾ നമ്മിലേക്ക് കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വഴികളിലൂടെയാണ്. അതാണ് ഈ കർത്താവ് പറഞ്ഞത്, എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികൾ പോലെയല്ല, എൻ്റെ ചിന്തകൾ നിങ്ങളുടെ ചിന്തകൾ പോലെയുമല്ല. നമ്മെ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ അനേക പദ്ധതികളുണ്ട്, വഴികളുണ്ട്. നമ്മൾ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വഴി മാത്രമേ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാണുകയുള്ളൂ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു വഴിയിലൂടെ പോയെങ്കിൽ മാത്രമേ ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. നമ്മുടെ ആഗ്രഹം അനുസരിച്ച് അല്ല ദൈവം നമ്മളെ നയിക്കുന്നത്, നമ്മുടെ കുടുംബത്തെ ദൈവം നയിക്കുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളെ നയിക്കുന്നത്, നമ്മുടെ ജീവിതത്തെ കർത്താവ് മുൻപോട്ട് നയിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കണം. ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോഴാണ് ഈശോ പറയുന്നത് അനുസരിക്കുവാനും ഈശോ പറയുന്ന അനുസരിച്ച് വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്ത് മുൻപോട്ട് പോകുവാനുമായിട്ട് നമുക്ക് സാധിക്കുക. അതുകൊണ്ട് നമുക്ക് അതിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയെ വിശ്വാസത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ, അങ്ങ് പറയുന്നത് അനുസരിക്കുവാൻ, പരിശുദ്ധ അമ്മയെ പോലെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അമ്മ അനുസരിച്ചതുപോലെ, അമ്മ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചതുപോലെ വിട്ടുകൊടുക്കുവാൻ, വിട്ടുതരുവാൻ ഈശോയെ എനിക്ക് കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇരു കരങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവത്തിന് നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ വേണ്ടി അവിടുന്ന് പ്ലാൻ ചെയ്തിരിക്കുന്ന, അവിടുന്ന് പദ്ധതിയിട്ടിരിക്കുന്ന ആ വഴികളിലേക്ക് നീങ്ങുവാൻ കർത്താവേ ഈ രാത്രിയിൽ എനിക്ക് അവിടുന്ന് കൃപ നൽകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടഞ്ഞ വഴികളെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. പുതിയ വഴികളെ കർത്താവ് നമുക്ക് വേണ്ടി തുറന്നു തരും. പുതിയ കാര്യങ്ങൾ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഈശോയെ നന്ദി. യേശുവേ സ്തോത്രം, സ്തോത്രം. പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമല ഹൃദയത്തിലേക്ക് നമ്മെ സമർപ്പിക്കാം. അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവിൻ. അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്ത വ്യക്തിയാണ്.
പരിശുദ്ധ അമ്മ ദൈവഹിതത്തിൻ്റെ മുമ്പിൽ തന്നെ തന്നെ പരിപൂർണമായി സമർപ്പിച്ച വ്യക്തിയാണ്. അമ്മയ്ക്കറിയാം അവൻ പറയുന്നത് കേട്ടാൽ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രിയപ്പെട്ടവരെ, ഈശോ പറയുന്നത് അനുസരിച്ചാൽ അത് എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര ചെറിയ കാര്യമാണെങ്കിലും ഈശോയ്ക്ക് അതിലൂടെ പ്രവർത്തിക്കുവാൻ സാധിക്കും. 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റിയ കർത്താവിന് നിന്റെ ജീവിതത്തിലെ എല്ലാ വിഷമഘട്ടങ്ങളിലും വന്നിടപെടുവാനായിട്ട് സാധിക്കും. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കിയ മാറ്റിയ കർത്താവിന് നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിലേക്കും കടന്നു വന്നുകൊണ്ട് വീര്യം കെട്ടുപോയ നിന്റെ ജീവിതത്തെ വീര്യമുള്ളതാക്കി തീർക്കുവാനായിട്ട് സാധിക്കും. അവിടുത്തെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈശോയുടെ ഇടപെടലിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.